ചൈനയ്ക്ക് ഡീപ് സീക്ക് AI ഉണ്ട്, അമേരിക്കയ്ക്ക് ചാറ്റ് GPT ഉണ്ട്. എന്നാൽ ഇന്ത്യക്ക് എന്താണ് അല്ലേ ഉള്ളത്? ഇന്ത്യക്ക് ഇതിനെയെല്ലാം വെല്ലുന്ന AI ഉണ്ട്, നല്ല അടിപൊളി ഡീപ്പ് ഫേക്ക്. കഴിഞ്ഞ ദിവസമാണ് ചൈന വളരെ കുറഞ്ഞ ചിലവിൽ വളരെ എഫിഷ്യൻ്റായ AI ആപ്ലിക്കേഷൻ ഡീപ് സീക്ക് പുറത്തിറക്കിയത്. അതിനു മുൻപ് AI അവസാന വാക്ക് അമേരിക്കയുടെ ചാറ്റ് GPT ആയിരുന്നു. ചാറ്റ് GPTയുടെ പെയ്ഡ് വേർഷൻ പ്രൈസിങ് ഒരു മാസം പ്ലസ് പ്ലാന് $20, പ്രോ പ്ലാന് $200. എന്നാൽ ചൈനയുടെ ഡീപ് സീക്കിനാകട്ടെ ഏറ്റവും കുറഞ്ഞ പ്ലാനിന് $0.014, ഏറ്റവും കൂടിയതിന് $2.19 മാത്രമേ ഉള്ളൂ. അതായത് ചാറ്റ് GPTയുടെ 1000-1 താഴെ മാത്രമാണ് ഏറ്റവും കുറഞ്ഞ പ്ലാനിലുള്ള തുക. ഡീപ് സീക്കിന്റെ പ്ലാനുകൾ മന്ത്ലി പ്ലാനുകളല്ല, മറിച്ച് 1 മില്യൺ ടോക്കൺസിനുള്ള പ്രൈസാണ്. ചാറ്റ് GPTയേക്കാൾ 100-1 മുതൽ 50-1 വരെ ചീപ്പാണ്. അതോടൊപ്പമോ അതിലും ബെറ്റർ ആയതോ ആയ പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഡീപ് സീക്ക് വെറും 2 വർഷം കൊണ്ടാണ് ഇത്രയും എഫിഷ്യൻ്റായ ഒരു AI ആപ്ലിക്കേഷൻ ചൈന ഡെവലപ്പ് ചെയ്തത്. ഡീപ് സീക്കിൽ വെറും 200 ആളുകൾ മാത്രമാണ് ജോലി ചെയ്യുന്നത്. എന്നാൽ ചാറ്റ് GPTയുടെ കമ്പനിയായ ഓപ്പൺ AIയിൽ 4500-ലധികം പേരാണ് ജോലി ചെയ്യുന്നത്. ചൈനയുടെ ഡീപ് സീക്ക് AI റിലീസ് ചെയ്തതോടെ ലോകമെമ്പാടുമുള്ള ടെക്നോളജി സ്റ്റോക്കുകളിൽ വൻ ഇടിവാണ് ഉണ്ടായത്. NVIDIA പോലെയുള്ള ചിപ്പ് മേക്കേഴ്സിന്റെ സ്റ്റോക്കുകൾ ഏതാണ്ട് 20% ഒറ്റ ദിവസം കൊണ്ട് ഇടിഞ്ഞത്. ഇതുപോലെ ഇന്നൊവേഷന്റെ പുതിയ ടെക്നോളജികളുടെ വളരെയേറെ ന്യൂസുകളാണ് ദിനം പ്രതി എന്നോണം ചൈനയിൽ നിന്നും പുറത്തു വരുന്നത്. എന്നാൽ നോൺ ബയോളജിക്കൽ വിശ്വഗുരുവിന്റെ ഇന്ത്യയാകട്ടെ ഈ 21-ാം നൂറ്റാണ്ടിലും വാർത്തയിൽ നിറഞ്ഞു നിൽക്കുന്നത് പള്ളിയുടെ അടിയിൽ ശിവലിംഗം തപ്പുന്നതിലും കഴിഞ്ഞ 10 വർഷമായുള്ള മോദി ഭരണത്തിൽ അപകടത്തിലായ സനാതനത്തെ സംരക്ഷിക്കുന്നതിലും ഗോമൂത്രത്തിന്റെ ഔഷധ ഗുണത്തെക്കുറിച്ചുള്ള ഗവേഷണത്തിലും ചാണകത്തിന്റെ രുചിയെക്കുറിച്ചുള്ള ഗവേഷണത്തിലും ഒക്കെയാണ്. ഈ അടുത്ത കാലത്തെ ചൈനയുടെ ചില പ്രധാന സ്റ്റാർട്ടപ്പുകളാണ് റോബോട്ടിക് കമ്പനിയായ യൂണിട്രി, ലോകത്തെ മൊത്തം വിറപ്പിച്ച ഡീപ് സീക്ക് AI, ഡീപ് റോബോട്ടിക്സ്, ഗെയിം സയൻസ് എന്നിവ. എന്നാൽ നോൺ ബയോളജിക്കൽ ഇന്ത്യയുടെ പേരുകേട്ട ചില സ്റ്റാർട്ടപ്പുകളാണ് ഈ കാണിച്ചിരിക്കുന്ന ബലാത്സംഗികളും അല്ലാത്തവരുമായ ബാവാമാർ. മോദിയുടെ ഇന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ വളരുന്നത് ഇതുപോലെയുള്ള ഫേക്ക് ബാബമാരും മതഭ്രാന്തന്മാരും വിദ്യാഭ്യാസവും വിവരവും ലെവലേശം തൊട്ടു തീണ്ടാത്ത മന്ദഭക്തരും ഒക്കെയാണ്. വിൻസ്റ്റൺ ചർച്ചിൽ പണ്ട് പറഞ്ഞത് ഇന്ത്യ ഒരിക്കലും അന്ധവിശ്വാസങ്ങളിൽ നിന്ന് മുക്തി നേടുകയില്ല എന്നായിരുന്നു. അതിനാൽ തന്നെ ഇന്ത്യക്ക് വലിയ പുരോഗതി ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ആ തരത്തിലാണ് നോൺ ബയോളജിക്കൽ ഗുരുവിന്റെ ഇന്ത്യയുടെ പോക്ക്. ഇവിടെ മൈക്രോസോഫ്റ്റിന്റെ ബിൽഗേറ്റ്സിനോട് AI കുറിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രി സംസാരിക്കുന്നത് കേൾക്കേണ്ടത് തന്നെയാണ്. हमारे देश में माँ को आई बोलते हैं, माता को बहुत से राज्यों में भाषा बोलते आई. अब मैं कहता हूँ हमारे यहाँ बच्चा पैदा होता है तो आई भी बोलता है, AI भी बोलता है. वो इतना एडवांस हो गया है. ഇന്ത്യയിൽ അമ്മയെ ആയി എന്ന് വിളിക്കും. പല സംസ്ഥാനങ്ങളിലെ ഭാഷയിൽ അമ്മയെ ആയി എന്ന് പറയാറുണ്ട്. ഇവിടെ കുട്ടികൾ ഉണ്ടാവുമ്പോൾ ആയി എന്നും AI എന്നും അവർ പറയും. ഇത് കേട്ടിട്ട് ചിരിക്കണോ കരയണോ തലയിൽ കൈവച്ച് നിൽക്കണോ എന്ന് എനിക്ക് ഒരു രൂപവും കിട്ടുന്നില്ല. ഈ 21-ാം നൂറ്റാണ്ടിൽ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി AI കുറിച്ച് ലോകത്തിലെ ഏറ്റവും മികച്ച ടെക്നോളജി വിദഗ്ധനോട് സംസാരിക്കുന്നത് ഇങ്ങനെയാണ്. ഇത് കേൾക്കുന്ന ബിൽഗേറ്റ്സിന് ഇദ്ദേഹത്തിന്റെ വിവരത്തെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാകും എന്ന് സംശയമില്ലല്ലോ. ഇങ്ങനെയുള്ള പ്രധാനമന്ത്രിമാർ ഉള്ള രാജ്യം എങ്ങനെ നന്നാവാനാണ്? ഇനി ഈ വിദഗ്ധൻ വിശ്വഗുരു അമേരിക്കയിൽ ചെന്ന് AI കുറിച്ച് സംസാരിക്കുന്നത് കേട്ടോ. AI का मतलब है आर्टिफिशियल इंटेलिजेंस, लेकिन मैं मानता हूं कि AI का मतलब है अमेरिकन इंडियन. AI അർത്ഥം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നാണ്. എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നത് AI അർത്ഥം അമേരിക്കൻ ഇന്ത്യൻ എന്നാണ്. ആ അമേരിക്കൻ ഇന്ത്യൻ എന്ന് പറയുന്നത് തന്നെ കേട്ടാൽ ഇന്ത്യക്കാർ നാണിച്ച് തല താഴ്ത്തണം. അമേരിക്കൻ ഇന്ത്യൻ, ഈ ഒരൊറ്റ മനുഷ്യനാണ് ഇന്ത്യക്കാരെ ഇതുപോലെ വിവരം കെട്ടവരാക്കി മാറ്റിയത്. ലോകമെല്ലാം അറിവിലും വിവരത്തിലും മുന്നേറുമ്പോൾ എത്രത്തോളം വിവരം കെട്ടവർ ആകാം എന്നതിലാണ് മന്ദഭക്തർ മത്സരിക്കുന്നത്. നോൺ ബയോളജിക്കൽ ഗുരുവിന്റെ സപ്പോർട്ടേഴ്സ് എങ്ങനെയുള്ളവരാണ് എന്നറിയണമെങ്കിൽ ഈ ഒരൊറ്റ വീഡിയോ കണ്ടാൽ മതി.
ഞങ്ങൾക്ക് റോഡ് വേണ്ട, ഭക്ഷണം വേണ്ട, അമ്പലം മാത്രം മതി. അതും പറഞ്ഞ് ജയ് ശ്രീറാം വിളിക്കുന്നു. കണ്ടിട്ട് അറയ്ക്കണം. ഇവിടെ ഡൊണാൾഡ് ട്രംപ് ഡീപ്സീക്ക് AI പുറത്തിറങ്ങിയതിനെ കുറിച്ച് സംസാരിക്കുന്നത് കേട്ടോ. Today and over the last couple of days, I've been reading about China and some of the companies in China, one in particular, coming up with a faster method of AI and much less expensive method. And that's good because you don't have to spend this much money. I view that as a positive, as an asset. So I really think if it's fact and if it's true, but I view that as a positive because you'll be doing that too. So you won't be spending as much and you'll get the same result, hopefully. The release of DeepSeek AI from a Chinese company should be a wake-up call for our industries that we need to be laser focused on competing to win because we have the greatest scientists in the world. ചൈന വളരെ ചിലവ് കുറഞ്ഞതും അതേപോലെ എഫിഷ്യന്റ് ആയതുമായ ഒരു AI ആപ്ലിക്കേഷൻ ഇറക്കിയത് അമേരിക്കയ്ക്ക് വേക്കപ്പ് കോൾ ആയി മാറണം എന്ന്. അതായത് ചൈന പല രംഗങ്ങളിലും മുന്നോട്ട് പോകുന്നു. അത് നമ്മൾ കണ്ടു മനസ്സിലാക്കി ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ അമേരിക്കയ്ക്കുള്ള മുൻതൂക്കം നഷ്ടമാവും. അതിനാൽ നമ്മൾ ടെക്നോളജിയിലും റിസർച്ചിലുമെല്ലാം കൂടുതൽ ഫോക്കസ് ചെയ്യുകയും ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയാണ് വിവേകമുള്ളവർ ചെയ്യുക. ഏതായാലും വിദ്യാഭ്യാസമുള്ള പല സംഖ്യകൾക്കും ഇത് ഒരു വേക്കപ്പ് കോൾ ആയി മാറിയിരിക്കുകയാണ്. മോദിക്ക് വേണ്ടി കാശ്മീർ ഫയൽസ്, വാക്സിൻ വാർസ് തുടങ്ങിയ പല പ്രൊപ്പഗാൻഡ സിനിമകളും നിർമ്മിച്ച വിവേക് അഗ്നിഹോത്രിക്ക് വരെ മാറ്റമുണ്ടായിരിക്കുകയാണ്. ഇവിടെ ട്വിറ്ററിൽ അദ്ദേഹം കുറിച്ചത് ഇങ്ങനെയാണ്: ഇന്ത്യ തേടുന്നവരുടെ നാടായിട്ടാണ് അറിയപ്പെടുന്നത്. എന്നാൽ ആഴത്തിൽ തേടുന്ന കാര്യത്തിൽ, അതായത് ഡീപ് സീക്ക്, ചൈന നമ്മളെ കവച്ചു വച്ചിരിക്കുകയാണ്. ആധുനിക ലോകത്തിൽ മുന്നിട്ട് നിൽക്കാനുള്ള ഇന്ത്യയുടെ ഏക പ്രതീക്ഷ ഇന്നൊവേഷനാണ്. എന്നാൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിൽ നിക്ഷേപം നടത്താത്തത് നമ്മളെ പിന്നോട്ട് വലിച്ചിരിക്കുകയാണ്. ടെക്നോളജിയിൽ സീരിയസ് ആയ പ്രവർത്തനങ്ങൾ ഉണ്ടായില്ലെങ്കിൽ ഒരു രാജ്യത്തിനും സൂപ്പർ പവർ ആകാൻ കഴിയുകയില്ല. ആധുനിക യുഗത്തിൽ ടെക്നോളജിയാണ് യഥാർത്ഥ ശക്തി. പക്ഷേ അതിൽ നമ്മൾ വളരെ പിന്നിലാണ്. ഇയാൾക്ക് വരെ ബോധോദയം ഉണ്ടായിരിക്കുന്നു. ട്വിറ്ററിൽ നോക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസമുള്ള പല സംഖ്യകൾക്കും ബോധം ഉദിച്ചതായി കാണാം. ഒരു മാസമായി ചൈനയിൽ നിന്ന് വന്ന വാർത്തകൾ ചൈന 6th ജനറേഷൻ ഫൈറ്റർ ജെറ്റുകൾ നിർമ്മിക്കുന്നു, ആർട്ടിഫിഷ്യൽ സൂര്യനെ ഉണ്ടാക്കി, വ്യാപാരത്തിൽ $1 ട്രില്യൺ സർപ്ലസ് ആണ് ചൈന നേടുന്നത്. ഇപ്പോഴിതാ ഏറ്റവും മികച്ച AI ആപ്ലിക്കേഷൻ വളരെ കുറഞ്ഞ ചെലവിൽ നിർമ്മിച്ചു. എന്നാൽ കഴിഞ്ഞ 10 വർഷങ്ങളായി ഇന്ത്യയെ ശിലായുഗത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമത്തിലാണ് നോൺ ബയോളജിക്കൽ ദൈവം. ഇതൊക്കെയാണെങ്കിലും എന്താണ് അല്ലേ, 10 വർഷം മുൻപ് 2014 തന്നെ ഒരു ഡീപ് ഫേക്കുവിനെ പ്രധാനമന്ത്രിയായി അവതരിപ്പിച്ച ലോകത്തിലെ ഏക രാജ്യമായി ഇന്ത്യ മാറിയല്ലോ.